റോങ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് നിങ്ങളുടെ കരിയറിനെയും നിങ്ങളുടെ ലൈഫിനെയും ഡിസ്ട്രോയ് ചെയ്യുന്നത്. 2026 നിങ്ങൾക്ക് വേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് യൂറോപ്പ് ഒരിക്കലും ഒരു ബാഡ് ചോയ്സ് അല്ല. അതുപോലെ തന്നെ ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഒരിക്കലും ഒരു ബാഡ് ചോയ്സ് അല്ല. ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു രാജ്യത്ത് പോയാൽ നിങ്ങൾ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അവിടുത്തെ കൾച്ചറിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട് ഏറെക്കുറെ ഒരു മാസത്തിന് മേലെയൊക്കെ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാറുന്നത്. പക്ഷേ ഞാൻ ഇനിയൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യം 2026 തന്നെ ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ച ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. വേറെ ഒന്നുമല്ല, റിവേഴ്സ് മൈഗ്രേഷൻ. അതായത് ഇപ്പം നാട്ടിലും എവിടെയും ഈ പുറം ലോകത്തുള്ള അല്ലെങ്കിൽ ഈ യൂറോപ്പിലൊക്കെ ഉള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ് വരെ, ഈവൻ 2025 കഴിഞ്ഞ വർഷം ലാസ്റ്റ് വരെയും ഒരാളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ളൊരു കുട്ടിയോട് അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയോട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു +2 ഒക്കെ കഴിയാൻ നിൽക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ നിൻ്റെ ലക്ഷ്യം എന്താണ്, നിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ പറയും എനിക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി പോയിട്ട് സെറ്റിൽ ആവണം. അല്ല എസ്പെഷ്യലി അവർ പറയുന്നത് കാനഡ, UK, പിന്നെ അയർലൻഡ്, ജർമ്മനി ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ പോയിട്ട് സെറ്റിൽ ആവണമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന രാജ്യത്തോട്ടൊക്കെ പോയി പഠിക്കാൻ പറ്റും. പക്ഷേങ്കിൽ അവിടെ ഒരു സെറ്റിൽമെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ഇനി അവർക്ക് പോകുക എന്നുള്ളത് ഭയങ്കര കഷ്ടമാണ്. കാര്യം എല്ലാ രാജ്യങ്ങളും അവരുടെ മൈഗ്രേഷൻ പ്രോസസ്സുകൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ പണ്ട് ഈ പോസ്റ്റ് കോവിഡ്, അതായത് കോവിഡിന് മുമ്പ് വരെയും ഈ പറയുന്ന രാജ്യത്തോട്ടൊക്കെ ഓസ്ട്രേലിയ, പിന്നെ ന്യൂസിലൻഡ്, അതുപോലെ UK, കാനഡയിലൊക്കെ പോകുക എന്ന് പറയുന്നത് വളരെ പാടായിരുന്നു, വളരെ റെയറായിരുന്നു. ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് ഈ പറയുന്ന സ്കിൽഡ് പിന്നെ ലേബേഴ്സിൻ്റെ ഷോർട്ടേജ് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യത്തൊക്കെ വന്നതിന് ശേഷമാണ് അവരൊരു മാസീവ് മൈഗ്രേഷനിലോട്ട് അവർ അങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. കാര്യം അവർക്ക് ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് അവർക്ക് ഫില്ല് ചെയ്യണമായിരുന്നു. അങ്ങനെ അവർ ഇന്ത്യ ഉൾപ്പെടെ ഉള്ള പല രാജ്യത്തു നിന്നും ഇവർ ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, IT പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, അങ്ങനെ വേണ്ട എല്ലാ മേഖലയിലുള്ള പ്രൊഫഷണലുകളെ ഹയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കൊടുത്തി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു സമയത്തേക്ക് ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 2021 ശേഷം ഒരു 24-25 വരെയുള്ള ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് മൈഗ്രേഷൻ ചെയ്തിട്ടുള്ള ഇയറുകളായിരിക്കും അത്. ഇപ്പോൾ നമ്മൾ പത്രത്തിൽ വലിയൊരു വാർത്തയായിരുന്നു, ഒരു ഏജൻസി 750-750 അടുത്ത് സ്റ്റുഡൻസിനെ ഒറ്റയടിക്ക് കാനഡയിലേക്ക് പറിച്ചു നട്ടത്, അതായത് അവർക്ക് പഠിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അങ്ങനെ പോയവരുൾപ്പെടെയുള്ളവർ ഫേസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്ന് റീസെൻ്റ്ലി വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കാനഡ ഇന്ത്യൻസ് ഉൾപ്പെടെയുള്ള 10 ലക്ഷം ആളുകളെ, 10 ലക്ഷം സ്റ്റുഡൻസിനെ തിരിച്ച് അയക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ പഠിത്തം കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വിസയിൽ നിൽക്കുന്നവർക്ക് PR കൊടുക്കാതെ അവരെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് അയക്കുക എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മലയാളികളുമുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുമുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ 25-30 ലക്ഷമൊക്കെ മുടക്കി ഈ പറയുന്ന കുട്ടികളൊക്കെ എന്തിനാണ് ഈ പറയുന്ന യൂറോപ്പിലോട്ട് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പോവുക, പഠിക്കുക, പഠിച്ചതിന് ശേഷം ഒരു സ്പോൺസർഷിപ്പിൽ വിസ കണ്ടെത്തുക, ഒരു 5 കൊല്ലം കഴിയുമ്പം PR എടുക്കുക, PR എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വേണമെങ്കിൽ സിറ്റിസൺഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ സിറ്റിസൺഷിപ്പ് എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ പുറകെയാണ് പോയത്. അങ്ങനെ പോകാൻ പോകുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യവും, നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഒരു ഹെൽത്ത് കെയറിൽ ഒരു സപ്പോസ് ഒരു നേഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന സാലറിയുടെ വേതനത്തിൻ്റെ ഒരു ഡിഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നാട്ടിലെ ഈ പറയുന്ന അരക്ഷിതാവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആണ് ഈ കുട്ടികൾ ഈ പുറം ചോദിച്ചിട്ട് പോകുന്നത്. കാര്യം അത് ഈ പറയുന്ന അക്കരെ പച്ച കണ്ട് മഞ്ഞളിച്ച് പോകുന്നവരായിരിക്കില്ല, അങ്ങനെ പോകുന്നവരുണ്ടാവും. പക്ഷെങ്കിൽ അങ്ങനെ പോവാതെ എങ്ങനെയെങ്കിലും പോയി ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് നല്ലൊരു ജീവിത ചുറ്റുപാട്, നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിച്ച് പോകുന്ന ആളുകളും ഉണ്ടാവും. ഈ പറഞ്ഞ ഈ 2 കൂട്ടരെയും ഇത് ബാധിക്കുമെന്നുള്ളതാണ്. ഇനിയിപ്പം സപ്പോസ് റീസെൻ്റ്ലി UK വന്നൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അതായത് UK ഇനി PR കൊടുക്കുന്നത് 15 വർഷത്തിനേക്കാക്കി. അതായത് ഈ ഹൈ സ്കിൽഡ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ജോലികൾക്ക് മാത്രമേ ഉള്ളൂ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ PR കൊടുക്കുന്നത്. അത് ഈ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേഴ്സസ്, ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോഴും 5 കൊല്ലം കഴിഞ്ഞാൽ PR കിട്ടും. മറ്റുള്ള പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ്, IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ള ബാക്കിയുള്ള ഈ അക്കൗണ്ട് ഫിനാൻഷ്യൽ മേഖല അങ്ങനെയുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ പോലും ഇനി 15 വർഷം പിടിക്കും നിങ്ങൾക്കൊരു PR കിട്ടണമെങ്കിൽ. PR കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ടൈം എടുക്കും. അപ്പം ഒരിക്കലും ഈ പറയുന്ന സ്റ്റുഡൻസൊക്കെ ഒരു 5 കൊല്ലം കൊണ്ട് PR കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പോയവർ 15 കൊല്ലം വെയിറ്റ് ചെയ്ത് അവിടുത്തെ ഹൈ ടാക്സ്, പിന്നെ ആ ഹൈ ലിവിങ് എക്സ്പെൻസ്, റെൻറ്റ് ഇതെല്ലാം കൊടുത്ത് സർവൈവ് ചെയ്ത് ഈ പറയുന്ന ഒരു 15 കൊല്ലം PR വേണ്ടി നിൽക്കുമെന്നുള്ളത് വളരെ വിരളമായിട്ടുള്ള ആളുകളെ അങ്ങനെ നിൽക്കത്തുള്ളൂ. അങ്ങനെ വന്നപ്പോഴാണ്, ഇങ്ങനൊരു നിയമം വന്നപ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ളവർക്കൊക്കെ തിരിച്ച് നാട്ടിലോട്ട് വരിക, അല്ലെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റോട്ട് പോകുക എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തപ്പെട്ടത്. അതാണ് ഞാൻ ഈ പറഞ്ഞ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് മൈഗ്രേഷനിൽ അതായത് അവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് തിരിച്ച് ഒന്നുകിൽ നാട് അല്ലെന്നുണ്ടെങ്കിൽ ഗൾഫിലേട്ടാണ് എത്തുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ റിവേഴ്സ് മൈഗ്രേഷനിൽ റിട്ടേൺ വരുന്നത് കൺട്രികളെന്ന് പറഞ്ഞാൽ ജർമ്മനി, UK, ഫിൻലാൻഡ്,
കാനഡ ഇങ്ങനെ തുടങ്ങിയ രാജ്യത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ റിവേഴ്സ് മൈഗ്രേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ റിവേഴ്സ് മൈഗ്രേഷനായിട്ട് ആളുകൾ തിരിച്ചെത്തുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആളുകൾ നാട്ടിലെത്തുന്നു. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അറിയാമല്ലോ, ഇപ്പം യൂറോപ്പ് പോലുള്ള ഒരു രാജ്യത്തൊക്കെ അല്ലെങ്കിൽ UK പോലെ അല്ലെങ്കിൽ കാനഡ പോലുള്ള ഒരു രാജ്യത്തൊക്കെ പോയി ജീവിച്ച് അവിടുത്തെ ലൈഫ് സ്റ്റൈലുമായിട്ടൊക്കെ സിങ്കായി ജീവിച്ച് വരുന്ന ഒരു സാധാരണ മലയാളി തിരിച്ച് കേരളത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നാൽ ഒരിക്കലും അവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. ആ നാട്ടിലെ ജീവിത സാഹചര്യവും നാട്ടിലെ ശമ്പള സ്കെയിലും വെച്ചിട്ട് ഒരിക്കലും അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് പറഞ്ഞ ഒരു നേഴ്സ് ഒരു ഹെൽത്ത് കെയറിൽ നേഴ്സിംഗ് ജോലി കഴിഞ്ഞ് നേഴ്സിംഗ് പഠിച്ച് UK അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൺട്രിയിലെ ജോലി ചെയ്ത ഒരാൾ തിരിച്ച് നാട്ടിൽ വരുമ്പം 4-5 ലക്ഷം രൂപ ശമ്പളം ഈ രാജ്യത്ത് മേടിച്ചിട്ട് നാട്ടിൽ വന്നിട്ട് 15,000 രൂപയ്ക്കോ അല്ലെങ്കിൽ 20,000 രൂപയ്ക്കോ ശമ്പളത്തിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അവർ നെക്സ്റ്റ് ഓപ്ഷൻ, കാര്യം യൂറോപ്പില്ല, ഇനി നാട്ടിൽ വന്നാൽ നാട്ടിൽ ഇതാണ് അവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഇനി അടുത്ത ഓപ്ഷൻ വേറെ ഞാൻ എവിടെ കയറി പോകും, വേറെ എവിടെ പോയാലും എനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റും, വേറെ എവിടെ പോയി എനിക്കൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ അവർക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് GCC ആണ്. അപ്പോൾ GCCയിൽ അവർ സോർട്ട് ചെയ്ത് വരുമ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും അതുപോലെ തന്നെ ഒരു യൂറോപ്പ് ലെവലിൽ ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ അതേ ലെവലിലുള്ളൊരു ലിവിങ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ളൊരു രാജ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റി എന്ന് പറയുന്നത് ദുബായ് ആണ്. അപ്പോൾ അവരുടെ നെക്സ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ദുബായിലോട്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ചോദിക്കണം, ഈ പറയുന്ന യൂറോപ്യൻ കൺട്രിയിൽ നിന്നെല്ലാം തിരിച്ച് റിട്ടേൺ വന്ന ഇന്ത്യൻസ് പല പ്രൊഫഷണലുണ്ട്, SR ആയിക്കോട്ടെ, എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, IT പ്രൊഫഷൻസ് ആയിക്കോട്ടെ, ഏത് പ്രൊഫഷണലുള്ളവരും തിരിച്ച് അവർക്ക് അടുത്ത ഓപ്ഷൻ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും തിരിച്ച് നാട്ടിൽ നിന്ന് ഈ പറയുന്ന നമ്മുടെ GCCയിലോട്ട് കയറി വന്ന് ദുബായിലോട്ട് കയറി വരുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നിലവിൽ ഇവിടുത്തെ ജോബ് മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്നുള്ളത് ഞാൻ പറയാം. അതിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഇൻ ദുബായ്. അതായത് നിലവിൽ ഇപ്പം തന്നെ ഓൾറെഡി നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ കയറി വന്നിട്ട് ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ ഹെൽത്ത് കെയർ ഒഴിച്ച് നേഴ്സുമാർ അങ്ങനെയുള്ള ഹെൽത്ത് കെയറിലെ കുറച്ച് ഹൈ ഡിമാൻഡായിട്ടുള്ള പ്രൊഫഷൻസ് ഒഴിച്ച് ബാക്കി പ്രൊഫഷൻസിനെല്ലാം ഈ പറയുന്ന ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഇപ്പം MBO, MA, ഡബിൾ ഡിഗ്രിയൊക്കെ ഉള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ജോലി കിട്ടാൻ സർവൈവ് ചെയ്യുന്നുണ്ട്. വിസിറ്റ് വിസ 2, 3, 4 ഒക്കെ പുതുക്കിയിട്ടും ജോലി കിട്ടാത്ത അവസാനം അവർ പഠിച്ച ജോലി കിട്ടാതെ കിട്ടുന്ന ജോലിക്ക് കയറേണ്ട ഒരു സാഹചര്യത്തിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസിലൂടെ നിന്നുള്ള ആളുകൾ, അതായത് മലയാളീസ്, ഇന്ത്യൻസ് ഇങ്ങോട്ട് കയറി വരുമ്പം ഈ ദുബായിലോട്ട് എത്തുമ്പം കോമ്പറ്റീഷൻ 10 മടങ്ങായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരുപാട് മോർ CVs വരും. ഇപ്പോൾ 100 CVs ആണ് ഒരു കമ്പനിക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ 1000 CVs വരുന്നെങ്കിൽ അത് 10,000-കണക്കിന് CVസിലോട്ട് കൺവേർട്ട് ആവും. അപ്പം കമ്പനികൾക്ക് ഈ പറഞ്ഞ എംപ്ലോയേഴ്സിന് ഒരു മോർ ഓപ്ഷൻസ് വരുവാണ് ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഡിമാൻഡായി വരും. കാര്യം ഇത്രയും ഉദ്യോഗാർത്ഥികൾ വരുമ്പം ഇവർക്ക് എല്ലാവർക്കും ജോലി വേണം. അപ്പോൾ കമ്പനി എന്ത് ഡിമാൻഡ് വെക്കുന്നു ഇത് അംഗീകരിക്കാനും ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ തയ്യാറാവും എന്നുള്ളൊരു തോട്ട് കമ്പനിക്ക് വരും. ആ കമ്പനിക്ക് വരും. അങ്ങനെ വരുമ്പോൾ കമ്പനി ഡിമാൻഡ് ഇടും. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് സാലറി എഫക്റ്റ്. അതായത് ഞാൻ പറഞ്ഞു, നമ്പർ ഓഫ് CVs വരുമ്പം കമ്പനി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സാലറി ഡൗൺ ആവും. ഇപ്പം സപ്പോസ് ഒരു നേഴ്സ് ഹെൽത്ത് കെയറിൽ ഇവിടെ ഇപ്പം നേഴ്സുമാർക്ക് ഒരു ഷോർട്ടേജ് അത്യാവശ്യം ഡിമാൻഡുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ UK നിന്ന് അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് കാനഡയിൽ നിന്നൊക്കെ ഒരുപാട് നേഴ്സുമാർ ഇങ്ങോട്ട് തിരിച്ച് കയറി വരുമ്പം നേഴ്സുമാരുടെ എണ്ണം കൂടും. അപ്പോൾ ആ ഡിമാൻഡ് അവിടെ താഴും. ആ ഡിമാൻഡ് താഴുന്നതനുസരിച്ച് സാലറി ഡൗൺ ആവും. ഇപ്പം ഒരു സ്റ്റാർട്ടിങ് ഒരു ഫ്രഷറായിട്ടുള്ള നേഴ്സിന് 4,000 ദിർഹംസ് അല്ലെങ്കിൽ 5,000 ദിർഹംസ് സാലറി കിട്ടുമ്പം അത് നേരെ ചിലപ്പോൾ 2,000, 2,500 വരെയൊക്കെ താഴെപ്പോൾ. കാര്യം അത്രയും സാലറിത്തിനും വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് ഉദ്യോഗാർത്ഥികൾ വില്ലിങ് ആവും. കാരണം വേറെ ഓപ്ഷനില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാലറി ഡൗൺ ആവും. ഇപ്പോൾ നിങ്ങൾക്കത് പറ്റില്ല, എനിക്കിപ്പോൾ ഇത്രയും സാലറി വേണമെന്ന് പറഞ്ഞാൽ കമ്പനി പറയും ഓക്കെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വിട്ടേക്ക്, കുഴപ്പമില്ല, വേറെ ആൾ ഈ പൈസയ്ക്ക് ചെയ്യാൻ ഇവിടെ വില്ലിങ് ആണെന്ന് പറയും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇനിയും ഈ പറയുന്ന ഇത്രയൊരു ഹൈ ആയിട്ടുള്ളൊരു മൈഗ്രേഷൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഈ സാലറിയുടെ കാര്യത്തിൽ. ഇനി ഞാൻ ഈ പറഞ്ഞ സാലറിയുടെ ഈ ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്നത് ഈ അഡ്മിൻ ജോലി ചെയ്യുന്നവർ, IT-യിൽ, അതായത് ഏർലി ബിഗിനിങ് സ്റ്റേജിലുള്ള IT പ്രൊഫഷൻസ്, അതുപോലെ സെയിൽസ്, കസ്റ്റമർ സർവീസ്, ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ, ഒരു ആവറേജ് ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സാലറിയുടെ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യാൻ പോകുന്നത്. അടുത്താണ് പ്രിഫറൻസ് ഫോർ മൾട്ടി സ്കിൽഡ് കാൻഡിഡേറ്റ്. ശരിക്കും ഇങ്ങനെ ഞാൻ പറയില്ല, ഈ ഒരുപാട് CVs ഇവർക്ക് കിട്ടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനനുസരിച്ച് കമ്പനി നോക്കുന്നത് മൾട്ടി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ്. അതായത് ഇനിയൊരു ഡിഗ്രി കൊണ്ടോ, ഞാൻ ഒരു മാസ്റ്റേഴ്സ് ഒരു ഡിഗ്രി കൊണ്ടോ മാത്രം നമുക്ക് ഇവിടെ വന്നാൽ ജോലി കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവർ UAE എക്സ്പീരിയൻസ് ഉള്ള, മിനിമം ഒരു 1 ഇയറെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളൊരു എംപ്ലോയി ആയിരിക്കാം നോക്കുന്നത്. ഇപ്പം സപ്പോസ് ഞാൻ മൾട്ടി സ്കിൽഡിൻ്റെ കാര്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതാണ് ഈ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, ഡിജിറ്റൽ
ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, എഡിറ്റേഴ്സൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു മേഖല വർക്ക് ചെയ്യുന്നവർക്ക്. കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്, ഏറ്റവും കൂടുതൽ ശമ്പളവും മേടിക്കുന്നത് ഈ പറഞ്ഞ ഹെൽത്ത് കെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളെല്ലാം കൂടുന്നതനുസരിച്ച് ഇവർ നോക്കുമ്പോൾ മൾട്ടി സ്കിൽഡ്, അതായത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, ഇതെല്ലാം ഈവൻ കണ്ടന്റ് റൈറ്റ് വരെ ചെയ്യാൻ പറ്റുന്ന കാലിബറുള്ള മൾട്ടി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയിയെ മാത്രമേ ഈ പറഞ്ഞ എംപ്ലോയേഴ്സ് നോക്കത്തുള്ളൂ. കാര്യം അവർക്കതാണ് ലാഭം. അപ്പോൾ ഇങ്ങനെ ഇത്രയും ആളുകൾ ഇവിടെ എത്തിയാലും ഇപ്പോഴും നിലവിലത്തെ ഒരു 2026 വരെ ഞാൻ പറയാം, 2026ലും ഗുഡ് ന്യൂസും അല്ലെങ്കിൽ സേഫായിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷൻസാണ്. എക്സ്പെഷ്യലി നഴ്സുമാർ, ഡോക്ടേഴ്സ്, ഇങ്ങനെയുള്ള ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഫഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഇപ്പോഴും സേഫ്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞിട്ട് യൂറോപ്പിലൊക്കെ പോകാൻ വേണ്ടി OET IELTS ഒക്കെ എഴുതിയിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളിവിടെ വന്നാൽ, നിങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് ഇപ്പം നിലവിൽ 2026 ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സ്കോപ്പ് ഇപ്പം നിലവിൽ ഹൈ ഡിമാൻഡായിട്ടുള്ള, അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ സ്കോപ്പായിട്ടുള്ള ഒറ്റ ഒരു ഇൻഡസ്ട്രി ഉള്ളൂ, അത് ഹെൽത്ത് കെയർ ആണ്. പണ്ടത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞത് കേരള ടു GCC, പിന്നെ ആ ട്രെൻഡ് മാറി കേരള ടു യൂറോപ്പ്. ഇപ്പോൾ അത് മാറിയിട്ട് നേരെ തിരിച്ച് കേരള അല്ല, യൂറോപ്പ് ടു GCC, മിഡിൽ ഈസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒരു മൈഗ്രേഷൻ നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറോപ്പിലൊക്കെ ജീവിച്ചൊരു ആ ഒരു കൾച്ചറിൽ ജീവിച്ചൊരു അത്രയൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേൾഡിൽ ജീവിച്ചവർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ ജീവിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു സിറ്റി എന്ന് പറയുന്നത് ഇപ്പം മിഡിൽ ഈസ്റ്റാണ്, അത് എക്സ്പെഷ്യലി ദുബായ് ആണ്. കാര്യം ഹെൽത്ത് കെയർ ആണെങ്കിലും, പിന്നെ ജോലി സാലറി ആണെങ്കിലും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഓൾമോസ്റ്റ് UK അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്പുമായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അവരുടെ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാനിപ്പോൾ നാട്ടിൽ പഠിച്ച് ചെയ്യുവാണ്, എനിക്ക് 2026 വന്ന സാധ്യത ഉണ്ടോ ദുബായിലെന്ന്? ഞാൻ പറഞ്ഞു, നിലവിൽ 2026 വരെയും സാധ്യതയുണ്ട്. മുന്നോട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. കാര്യം റിവേഴ്സ് മൈഗ്രേഷൻ ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കൂടുതലും. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ഹൈ പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ പറ്റും. പിന്നെ നിങ്ങൾ വരുന്നതിന് മുമ്പ് എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ടാകും, നിങ്ങൾ കുറേ കൂടെ പ്രിപ്പയർ ആവണം. കാര്യം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ പറഞ്ഞ വീഡിയോ പോലെയല്ല, ഇപ്പം ഹൈ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ പ്രിപ്പയർ ആയിട്ട് വരണം. ഇപ്പോൾ ഞാൻ കുറച്ച് പ്രൊഫഷണൽ പറയാം, ഏതൊക്കെ പ്രൊഫഷണലാണ് ഇപ്പോഴും വന്നാൽ ജോലി എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രൊഫഷൻസും, പിന്നെ അതുപോലെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറി വരാം. ഞാൻ പറഞ്ഞ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇതുപോലുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു സ്കില്ലുള്ള മേഖല വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി വരാം. അതുപോലെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഒരു AI യുഗമാണ്. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ മാക്സിമം സ്കില്ല് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യാൻ നോക്കുക. മാക്സിമം സ്കില്ലുകൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇത്രയും പഠിച്ചു, എനിക്കിത് മതി എന്ന് പറഞ്ഞിരിക്കരുത്. മാക്സിമം സ്കില്ലുകൾ നിങ്ങൾ പഠിച്ചെടുത്തിട്ട് കയറി വരാൻ നോക്കുക. അപ്പം നിങ്ങളുടെ സെയിം പൊസിഷനിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം പൊസിഷനിലുള്ള ഒരാളുടെ നിങ്ങളുടെയും അങ്ങനെ ഒരാളുടെയും CV നോക്കുമ്പം നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ സ്കിൽഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഫഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി ഓഫ് കോഴ്സ് നിങ്ങളെ പ്രിഫർ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സ്കില്ലുകൾ പഠിച്ചിട്ട് വരിക. അതുപോലെ തന്നെ ടു മച്ച് എക്സ്പെക്റ്റ് ചെയ്ത് വരരുത്. നിങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം 1 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് ആക്കാം. ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കയറി വരിക. പിന്നെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരണം. നിങ്ങൾ ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അല്ല ഒരു സമയമാണ്. ആ ഒരു സമയത്തിലോട്ടാണ് നിങ്ങൾ കയറി വരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു കോമ്പറ്റീഷനിൽ മാക്സിമം നിങ്ങൾ റൺ ചെയ്യാൻ വേണ്ടി തന്നെ പ്രിപ്പയർ ആയി വരിക. അതായത് നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങൾ സ്റ്റേബിൾ ആവുന്നവരെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. 1, 2, 3, 4 വിസിറ്റ് പുതുക്കിയാലും അല്ലെങ്കിൽ ജോബ് സീക്കർ വിസ എടുത്താലും ഞാനിവിടെ ജോലി കണ്ടെത്തും, ജോലി നേടും എന്നുള്ള ഒറ്റ കോൺഫിഡൻസിൽ മാത്രം വരിക. നിങ്ങളുടെ കോൺഫിഡൻസ് ഇവിടെ വന്നിട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് പോകേണ്ടി വരും. ഒരുപാട് പൈസ മുടക്കിയായിരിക്കും നിങ്ങൾ വരുന്ന ആ പൈസയെല്ലാം നിങ്ങൾക്ക് നഷ്ടമാകും. പിന്നെ നിങ്ങൾ ഒരിക്കലും വരരുത് ഈ പറയുന്ന ആളുകൾ. നിങ്ങൾക്ക് ഒരുപാട് സാലറി എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വരരുത്. നിങ്ങൾക്ക് ഈ പറയത്തക്ക എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ വരരുത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ഒരു ഹൈപ്പിൻ്റെ പുറകെ ഫോളോ ചെയ്ത് വരുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വരരുത്. നമ്മളിപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയ സമയത്ത് ഒരുപാട് റീലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബുർജ് ഖലീഫയുടെയും അവിടെ ഇവിടെയും എല്ലാം നിന്ന് ഫയർ വർക്കിൻ്റെയും ആ ഒരു ലക്ഷറി ലൈഫിൻ്റെയൊക്കെ കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ലക്ഷറി ലൈഫ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ ദുബായിലോട്ട് വരാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും വരരുത്. കാര്യം അത് വേറൊരു ലോകമാണ്. ആ ഒരു ലോകം ആയിരിക്കത്തില്ല നിങ്ങളിവിടെ വരുമ്പം റിയാലിറ്റിയിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആ ഒരു ലോകത്തിലോട്ടൊക്കെ എത്താം. നിങ്ങളിവിടെ വന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കയറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന റീൽസിൽ കാണുന്ന ഒരു ലോകത്തിലോട്ട് എത്താം. പക്ഷേ നിങ്ങൾ എൻട്രി ആവാൻ പോകുന്നത് ഒരിക്കലും ആ ഒരു ലോകത്തിലല്ല, എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വേൾഡിലോട്ടായിരിക്കും വരുന്നത്. അത് ശരിക്കും ദുബായിയുടെ ഒരു അപ്പുറത്തെ സൈഡാണ്. ഇപ്പുറത്തെ സൈഡിലോട്ടായിരിക്കും നമ്മൾ ആദ്യം വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലൊരു ഒരു ഗെയിം പോലെ തന്നെ, ഒരു സ്കിഡ് ഗെയിമൊക്കെ പോലെ തന്നെ അതേപോലെ ഒരു പാറ്റേണിൽ ഒരു ഗെയിം കളിച്ച് വേണം നമ്മൾ ഗ്രോത്ത് ഉണ്ടാക്കി വേണം ആ ഒരു
പിന്നെ ഫിനിഷിംഗ് പോയിലോട്ട് എത്താൻ. അപ്പോൾ അത് നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വരണം. സോഷ്യൽ മീഡിയ ഹൈപ്പ് കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ കയറി വരരുത്. വന്നാൽ നിങ്ങൾക്ക് നിരാശ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പ് ഒരിക്കലും ഒരു ബാഡ് ചോയ്സ് അല്ല. അതുപോലെ തന്നെ ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഒരിക്കലും ഒരു ബാഡ് ചോയ്സ് അല്ല. ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ റോങ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് നിങ്ങളുടെ കരിയറിനെയും നിങ്ങളുടെ ലൈഫിനെയും ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് റോങ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനൊന്നും കാണാതെ തന്നെ അല്ലെങ്കിൽ കണക്ക് കൂട്ടാതെ തന്നെ നിങ്ങൾ എവിടെയാണേലും യൂറോപ്പാണേലും എവിടെയാണേലും വരാനോ ജോലി ചെയ്യാനും ശ്രമിക്കുക. 2026 നിങ്ങൾക്ക് വേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്ലാനിങ്, സ്കിൽസ്, ട്രൂത്ത്. ഈ 3 കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റിവേഴ്സ് മൈഗ്രേഷനിലോട്ട് ഈ പറയുന്ന ലോകരാജ്യങ്ങളൊക്കെ എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആളുകളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. നമ്മൾ പല പല വീഡിയോയിലും കാണുന്നുണ്ട്. നമ്മുടെ ആളുകളുടെ പല പല കയ്യിലിരിപ്പും പല പല കാര്യങ്ങളൊക്കെയാണ് അവർ പോയി അവിടെ കിടന്ന് കാണിക്കുന്നത്. ലാസ്റ്റ് ഞാൻ കണ്ടൊരു വീഡിയോ ആണ് ന്യൂസിലാൻഡിലും മറ്റേ പഞ്ചാബികളുടെ, ഞാൻ പേരെടുത്ത് തന്നെ പറയാം, പഞ്ചാബികളുടെ എന്തോ ഒരു പരിപാടി, അവരുടെ എന്തോ ഒരു പരിപാടിക്ക് പോയപ്പോഴത്തേന് ന്യൂസിലാൻഡുകാർ പ്രൊട്ടസ്റ്റ് ചെയ്തല്ലോ. പ്രൊട്ടസ്റ്റ് ചെയ്ത് പറഞ്ഞു, ദിസ് ഈസ് നോട്ട് ഇന്ത്യ, ദിസ് ഈസ് ന്യൂസിലാൻഡ്. അതെ, ഇത് ഇന്ത്യയല്ല, അത് ഇന്ത്യയല്ല, അത് ന്യൂസിലാൻഡാണ്. നിങ്ങളൊരു രാജ്യത്ത് പോയാൽ നിങ്ങൾ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അവിടുത്തെ കൾച്ചറിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു രാജ്യത്തിൻ്റെ കൾച്ചറിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഇന്ത്യയിൽ പൊക്കൂ. നിങ്ങൾക്ക് പെരുന്നാൾ നടത്തണോ, നിങ്ങൾക്ക് റാലി നടത്തണോ, നിങ്ങൾക്ക് പിന്നെ ഓണാഘോഷം നടത്തണോ, നിങ്ങൾക്ക് ചെണ്ടമേളം നടത്തണോ, നിങ്ങൾക്ക് എന്ത് പരിപാടി നടത്തണോ, നിങ്ങൾ പൊക്കോ. നിങ്ങൾക്ക് ഇന്ത്യയുണ്ട്. ലോകത്തെ ഡെമോക്രസിയുള്ള ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. നിങ്ങളവിടെ പോയിട്ട് എന്ത് കാര്യം കാണിച്ചു, എന്ത് തെമ്മാടിത്തരം കാണിച്ചു, അല്ലെങ്കിൽ എന്ത് സെലിബ്രേഷൻ ചെയ്തു, ഒരു പ്രശ്നവുമില്ല. ഈ പുറം രാജ്യത്തോട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ ഈ വെസ്റ്റേൺ കൾച്ചറിൽ ജീവിക്കുന്ന ഒരു രാജ്യത്തോട്ടൊക്കെ പോയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ അവിടെ ചെന്നിട്ട് ഇമാതിരി ഈ പരിപാടി കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ആ കാണിക്കാൻ പോയതിൻ്റെയാണ് ഈ പറയുന്ന അനുഭവിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം പറയും, UK ഒരു സ്ട്രീറ്റിലെ ഈ മുറുക്കി തുപ്പി പാൻബ്രാഗില്ലേ, ഇതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് മില്യൺസ് ഓഫ് പൈസയാണ് ഇവർ ഒരു വർഷം ചിലവാക്കുന്നത്. ലക്ഷങ്ങളാണ് ഇവർ ചിലവാക്കുന്നത്. ആ ഒരു ഗവൺമെൻറ് പാൻബ്രാ ചവയ്ക്കുന്ന ആരാണ്? യൂറോപ്യൻസ് ആണോ? അല്ല, നമ്മുടെ ആളുകൾ തന്നെയാണ്. നമ്മളെ ആളുകൾ തന്നെ പോയി കാണിച്ചു കൂട്ടുന്ന ഇമാതിരി വൃത്തികെട്ട പരിപാടി കാരണമാണ്, അല്ലെങ്കിൽ ഇമാതിരി വൃത്തികേട് കാരണമാണ് ഈ പറയുന്ന പിന്നെ റിവേഴ്സ് മൈഗ്രേഷനിലേക്കും. അല്ലെങ്കിൽ എനിക്കൊരു കാര്യമില്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പോയ ആളുകളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർ പിന്നെ ഒരു ബ്രൗൺ ആണ് വൈറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണുന്നില്ല, ഒരുപാട് പിന്നെ അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന്, നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഈവൻ ഇന്ന് ലോക്കൽ കുട്ടികളെ വരെയും ഈ ഇവർ അവിടുത്തെ നേറ്റീവ്സ് ആക്രമിച്ചിട്ട് അല്ലെങ്കിൽ അവർ പിന്നെ റേസിസം കാണിക്കുന്നില്ലേ. അതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോയി കാണിച്ചു കൂട്ടുന്ന ഈ പറഞ്ഞ തെമ്മാടിത്തരം കൊണ്ട് മാത്രമാണ്. ഇനിയും ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ തെമ്മാടിത്തരം കാണിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ പറഞ്ഞ രാജ്യത്ത് നിൽക്കരുത്. കാര്യം ഒരുപാട് ആളുകൾ ഇപ്പോഴും ഒരു ഹോപ്പുണ്ട്, ഇപ്പോഴും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ഒന്നും കഴിഞ്ഞിട്ടില്ല, എന്തെങ്കിലും ഒരു ഹോപ്പുണ്ട്, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ആളുകൾ ട്രൈ ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ വഴി കൂടി നിങ്ങൾ അടയ്ക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന തെമ്മാടിത്തരം കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോരുന്നേ, ഇന്ത്യയിൽ പോരുന്നേ. ഇന്ത്യയിൽ പോന്നിട്ട് ഇന്ത്യയിൽ കാണില്ലേ. ഇന്ത്യ ഇപ്പോൾ അതിൻ്റെ ഒരു ഡംപായിട്ട് മാറിയിട്ടുണ്ടല്ലോ. എന്ത് തെമ്മാടിത്തരം കാണിക്കാൻ പറ്റുന്നൊരു ഡംപായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യ രാജ്യം. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ നിർത്തുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു നിങ്ങൾ പാനിക് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം പാനിക് ആവേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ടോ കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമുക്കതിൻ്റെ എനിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും മാസലാമ.